ഇന്ന് ഇത് കിടക്കുന്ന പാണ്ടിക്കാട് മഹോത്സവം കാർണിവൽ എന്നൊക്കെ പറയുമ്പോ തന്നെ ഒരു മധുര. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പരിരക്ഷാ രോഗികൾക്കുള്ള ഫണ്ട് ധനശേഖരണാർത്ഥം നടത്തുന്ന പരിപാടി എന്ന് പറഞ്ഞപ്പോ ഇരട്ടി മധുരം കൂടി ആയിട്ടോ. കുറച്ച് നേരം കൊണ്ട് ഇപ്പൊ ഇതാ ഭയങ്കര അടിക്കുക. എന്താ സാധനം ഇതെന്താ കുട്ടികൾക്കും ഫാമിലികൾക്കും വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ സംഗതികളും ഉണ്ട്. നല്ല രസമുള്ള പരിപാടി തന്നെ കേട്ടോ. യന്ത്ര ഊഞ്ഞാല്, ക്രെയിന്, ട്രെയിന്, കോണി, തോണി എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട്. ഒരു ഭാഗത്താണെങ്കിൽ പ്രശസ്തരായിട്ടുള്ള കലാപരിപാടി ഉണ്ട് കേട്ടോ. തോണി പോകാൻ പോവാണ്. തോണി സ്റ്റാർട്ട് ചെയ്യാൻ പോട്ടെ. തോണി ഇതാ വലിയ ചിരൊന്നും ഉണ്ടാവില്ലാണെങ്കിൽ ഇത് തുടങ്ങി കഴിഞ്ഞാലാണ് അവസാനിപ്പിക്കേണ്ടി. പിടിച്ചിരുന്നും പറ്റിന കേട്ടോ. പിടിച്ചിരുന്നോ മാക്സിമം പോട്ടെ. മേലക്ക് പോണം. ഛർദിക്കോ എടാ ഒരു ബെൽറ്റും ഇല്ല. ഒറ്റ പോക്കാ മേലക്ക്. ആ പോക്ക് പോവാന് പോട്ടെ. ഓള് പോണ്ട്. മീല പോട്ടെ.
അങ്ങനല്ല, അപ്പുറത്തൂടെ ആ വീട്ടിൽ അപ്പുറത്തൂടെ കൊണ്ടുവരും. അന്നൊക്കെ പഠിപ്പിച്ചവർ എന്റെ ബുദ്ധിമുട്ട് ചോദിക്കട്ടെ. ആടണ്ടില്ലേ ഈ സമയത്ത്? നാട്ടുകാരെ, പ്രിയപ്പെട്ട കലാകാരികളെ, പാണ്ടിക്കാട് പഞ്ചായത്തിന്റെ കുതിരസവാരി കണ്ടല്ലോ. നടക്കുന്ന രോഗിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കുറച്ച് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സംബന്ധിച്ച് പഞ്ചായത്ത് പരസഭയെ ചർച്ച ചെയ്യുകയും മുന്നിൽ ഓടാൻ പറ്റുമല്ലോ. തൊട്ടോളി ഇതാണ് ഒട്ടഹ. മക്കളെ, ഒരു ഭാഗത്ത് ഫുള്ള് ഫുഡാട്ടോ. പാനിപുരി, ഫ്ലവർ ഫ്രൈ, മുളക് ബജി, കടല കൊണ്ടിൽ പല ഐറ്റംസുകളുണ്ട് കേട്ടോ. ഇവിടെ എന്തായാലും പാനിപുരി ഉണ്ട്, മുളക് ബജി ഉണ്ട്, ഫ്ലവർ ഫ്രൈ ഉണ്ട്. ഇത് മൂന്നും പാടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തരുന്നിട്ടോ. എന്താ മട്ടൻ നോക്കണല്ലോ. ഫുഡ് ഐറ്റംസ് എന്തായാലും നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും തന്നെയാണ്. നല്ല ഷോപ്പും നല്ല വൃത്തിയും വെടുപ്പുള്ള ആൾക്കാരും കേട്ടോ. എന്തായാലും ഇന്നത്തെ നമ്മളെ പരിപാടി കഴിഞ്ഞു. അൽഹംദുലില്ലാ, എല്ലാവർക്കും സന്തോഷമായി, ഹാപ്പിയായി. ഇനി ഇതിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല്, മഹോത്സവത്തിന്റെ ഉള്ളിൽ കയറാൻ വെറും 30 രൂപ ടിക്കറ്റ് ഉള്ളൂ കേട്ടോ. പക്ഷെ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഓരോ എക്യുപ്മെന്റ്സിൽ കയറണമെന്നുണ്ടെങ്കിലും നല്ല സംഖ്യ കൊടുക്കണം. 70, 80, 100 ചാർജുകൾ കേട്ടോ. ഫാമിലി ഒക്കെ വരുമ്പോൾ ഒരു 5-8 ആൾക്കാരുണ്ടാവും. ഓരോ കൂട്ടി വരുമ്പോൾ അത് മുതലാവും എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്താ പറഞ്ഞാൽ ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ഒരു ആശ്വാസം ഉണ്ട്. എന്നാലും കുറച്ചൊക്കെ ഒരു കമ്മി വരുത്തേണ്ടിയിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും ശുഭം. തിരിച്ചു പോകുമ്പോൾ ടിക്കറ്റിന്റെ ബാക്കി ഈ പെട്ടിക്കിടാൻ മറക്കരുത് കേട്ടോ. എല്ലാത്തിന്റെ അവസാനം ഒരു ഭാഗ്യശാലിക്ക് നല്ലൊരു ഭാഗ്യ സമ്മാനം കൂടി ഉണ്ട് കേട്ടോ.